ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ കളങ്കം. ഇതുപോലുള്ള ഒരു മാരണം നടക്കുമ്പോൾ എങ്ങനെ ഇങ്ങനൊരു ഉദകക്രിയ നടത്താൻ വേണ്ടി ഇവർ പോയി? മാത്രമല്ല അവിടെ നടത്തിയ സംഭാഷണം എന്താണ്? അതായത് പ്രധാനമന്ത്രിയുടെ വിദേശ ടൂറുകളെ കുറിച്ച് പൂഴ്ത്തി പറയുക പ്രിയങ്ക ഗാന്ധി. തിരിച്ച് വയനാടെന്ത് സംഭവിക്കുന്നു? ഉടനെ വയനാടെല്ലാം ഭംഗി. എന്നാൽ വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടി 5 പൈസ തരാത്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ കുറിച്ചൊന്ന് പറഞ്ഞുകൂടെ? പ്രധാനമന്ത്രിയുടെ കഞ്ഞിവീഴ്ത്ത് സംഘത്തിലെ അംഗമാണ് NK പ്രേമചന്ദ്രൻ. അദ്ദേഹം ചായ സൽക്കാരത്തിൽ പങ്കെടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പങ്കെടുക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ പ്രിയങ്ക ഗാന്ധി എന്തിനാണ് പങ്കെടുത്തത്? പ്രിയങ്ക ഗാന്ധി ആരാണ്? കക്ഷി നേതാവാണോ? പാർലമെന്ററി പാർട്ടിയുടെ ഭാരവാഹിയാണോ? എന്തിനേറെ പറയുന്നു, പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറിയായ MK രാഘവൻ പോലും പങ്കെടുത്തില്ല. പിന്നെ എന്തിന് സാധാരണ MP ആയ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തു? ഈ ചോദ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു ചുവടുമാറ്റത്തിൻ്റെ സൂചനയാണ്. NK പ്രേമചന്ദ്രൻ നേരത്തെ പ്രധാനമന്ത്രിയുടെ അടുത്ത ആളാണ്. ഇപ്പോഴിതാ സോണിയാഗാന്ധിയെയും പ്രധാനമന്ത്രിക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ പ്രിയങ്ക ഗാന്ധിയെയും പ്രധാനമന്ത്രിയുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നു NK പ്രേമചന്ദ്രൻ. എന്താണ് NK പ്രേമചന്ദ്രൻ്റെ റോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? അത് ഒറ്റുകാരൻ്റേതാണോ? ഈ ചോദ്യമാണ് ഇവിടെ ഉയർന്നത്. ജോൺ ബ്രിട്ടാസിൻ്റെ വാക്കുകളും കൂടി നമുക്ക് കേൾക്കാം. പദ്ധതിയില്ല, ഇടതുപക്ഷത്തിൻ്റെ രാജ്യഭാഗ പ്രക്ഷോഭമുണ്ട്. സ്വാഭാവികമായിട്ടും അതേസമയം തന്നെ കോൺഗ്രസ് ചായ കുടിയും അല്ലെങ്കിൽ കെട്ടിപ്പിടുത്തമൊക്കെ ആയിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് ആൾക്കാരെ പുകഴ്ത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെങ്ങനെയാണ് ഈ ചോദ്യവും നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യണം കേട്ടാ. എന്താ കാരണം ഈ ചോദ്യത്തിൽ നിന്നാണ് എൻ്റെ ഉത്തരം വരുന്നത്. ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു അധ്യായം എന്ന് പറയാൻ പറ്റും. ജീൻ ഡ്രസ്സെ പോലുള്ള സാമൂഹ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്ന പോലെ ഇന്ത്യയിലെ 50 കോടി വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ ബുൾഡോസർ കയറ്റിയ ശേഷം അവരെ തെരുവിലാക്കിയപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ സ്പീക്കർ, പ്രധാനമന്ത്രി തുടങ്ങിയവരുടെ തേയില സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ പോയത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ തീരാക്കളങ്കമാണെന്ന് ഞാൻ പറയും. മാത്രമല്ല, ഇതിനു മുമ്പ് ഇതിനേക്കാൾ പ്രാധാന്യം കുറവുള്ള വിഷയങ്ങളെ മുൻനിർത്തി ഈ പറയുന്ന ആചാരപരമായ തേയില സൽക്കാരത്തിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നിരുന്നു. കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ, കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ, എന്തിനേറെ കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൽ അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു എന്നുള്ള വിഷയത്തിലാണ് ഞങ്ങൾ പ്രതിപക്ഷം ഈ തേയില സൽക്കാരം ബോയ്ക്കോട്ട് ചെയ്തത്. കഴിഞ്ഞ 4 തേയില സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്ന ശേഷം ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ പട്ടിണി പാവങ്ങളോട് ഇതുപോലുള്ള യുദ്ധപ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അവിടെ പോയി വെടിവട്ടം നടത്തണമെങ്കിൽ അസാമാന്യ രാഷ്ട്രീയ ഉളുപ്പ് വേണം. ഒന്നും കൂടി പറയാനുണ്ട്. ഉദകക്രിയക്കാണോ ഇവരെവിടെ പോയതെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം. ഈ വലിയ മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിച്ചതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്ത് കുശലാന്വേഷണങ്ങൾ നടത്തി പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് പുകഴ്ത്തി, തിരിച്ച് പുകഴ്ത്തി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിക്കഴിഞ്ഞ ഇവർ എന്ത് സന്ദേശമാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്നത്? ഇത് ഞാൻ മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ പോലും, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, സാമ്പത്തിക വിദഗ്ധർ, ഇവരൊക്കെ എന്നോട് ചോദിച്ച അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നൽകിയ അഭിമുഖത്തിലൂടെ ചോദിച്ച പ്രസക്തമായ കാര്യമാണ്. ഒരു വിവരം കൂടി എൻ്റെ പക്കലുണ്ട്. അടുത്തത് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കാൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള 1ാം ഘട്ട ആലോചന പൂർത്തിയായി കഴിഞ്ഞു. ഇന്ത്യയുടെ ആർഷഭാരത പൈതൃകത്തെ പ്രതിദാനം ചെയ്യുന്ന ഏതെങ്കിലും ചിഹ്നം, അതിൽ 1-2 ചിഹ്നം ചർച്ച ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഈ പ്രിയങ്ക ഗാന്ധിയും കൂട്ടരും മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കിയ ശേഷമുള്ള തേയില സൽക്കാരത്തിലും പങ്കെടുക്കുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, 19-ന് സഭ പിരിഞ്ഞ അന്ന് ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനം അങ്ങനെ ഔദ്യോഗികമായി എടുത്ത് ഞങ്ങൾ ബഹിഷ്കരിച്ചതല്ല എന്നുള്ളതാണ് ഇടത് MP-മാർ പ്രതികരിച്ചിരുന്നത്. അത്തരമൊരു തേയില സൽക്കാരത്തിന് പോകേണ്ട എന്ത് സാങ്കത്യമാണ് ഉണ്ടായിരുന്നത്? അങ്ങനെ സാങ്കത്യം ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ കക്ഷികളും തമ്മിൽ, ഞങ്ങൾക്ക് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരുടെ ഗ്രൂപ്പുണ്ടല്ലോ, എത്രയോ പ്രതിപക്ഷ കക്ഷികൾ വിട്ടുനിന്നു. പ്രധാനപ്പെട്ട എത്രയോ നേതാക്കന്മാർ അങ്ങോട്ട് പോയില്ല. ഇപ്പോൾ DMK
അതുപോലെ തന്നെ എംപിമാർ ബഹിഷ്കരിക്കുകയാണ് എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും അതിന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇതുപോലുള്ള ഒരു വലിയ ഒരു കളങ്കം ഇവർ ക്ഷണിച്ചു വരുത്തുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിക്ക് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഇത് പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ യോഗമല്ലേ? കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഭാരവാഹികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുക. അവരത് ലീഡറല്ല, ഡെപ്യൂട്ടി ലീഡറല്ല, ചീഫ് വിപ്പല്ല, എന്തിനേറെ MK രാഘവനെ പോലുള്ള സെക്രട്ടറിമാരുണ്ട്. അവരാരും പോയില്ലല്ലോ. KC വേണുഗോപാൽ ബോധപൂർവ്വം പറഞ്ഞു വിട്ടതാണോ? കുടുംബത്തിന്റെ അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി നിങ്ങൾക്കുണ്ട്, ഗവൺമെന്റിനുണ്ട്, ഗവൺമെന്റിനോടൊപ്പമാണ് കുടുംബം എന്നുള്ള സന്ദേശം അയക്കാൻ പോയതാണോ? പാർലമെന്ററി പാർട്ടിയുമായിട്ട് അവർക്ക് യാതൊരു ബന്ധമില്ലല്ലോ. ചീഫ് വിപ്പാണോ? ആ പാർലമെന്ററി പാർട്ടിയുടെ ഖജാൻജിയാണോ? ഒരു ഭാരവാഹിത്വവും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ കൈയാളാത്ത പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് അവിടെ പോയി? ആ ചോദ്യം എന്തുകൊണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് പ്രധാനപ്പെട്ട DMKയുടെ, അതായത് TR ബാലു അല്ലെങ്കിൽ കണിമൊഴി പോലുള്ള നേതാക്കൾ പോയില്ല? എന്തുകൊണ്ട് അഖിലേഷ് പോയില്ല? എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കാരെ ബഹിഷ്കരിച്ചു? എന്തുകൊണ്ട് TMC ബഹിഷ്കരിച്ചു? സമാജ്വാദി പാർട്ടിയുടെ ആൾ അവിടെ പോയി അതേ തിരിച്ചറിഞ്ഞു ഇറങ്ങി. അതായത് ഇവരെ പോലും വഴിതെറ്റിക്കുകയാണ് ചെയ്തത്. ഇത് എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തിന് കോൺഗ്രസ് പാർട്ടി നൽകുന്നത്? അല്ല, എന്തുകൊണ്ടാണ് ഈ സഭ പിരിഞ്ഞ അന്ന് തന്നെ, അത് ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത അന്ന് തന്നെ ഇടതുപക്ഷ ഈ ഒരു എതിർപ്പ് പ്രകടമാക്കാതിരുന്നു? ഇന്നിപ്പോ സഭ പിരിഞ്ഞ് മൂന്നാമത്തെ ഞാൻ അന്നും പ്രതികരിച്ചിരുന്നു. അതിനുശേഷം കേരളത്തിലുണ്ടായ ദൗർഭാഗ്യകരമായ ചില സംഭവവാസങ്ങളെ മുൻനിർത്തി പ്രതികരണം പിന്നീട് മതിയെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ പ്രതികരിച്ചിരുന്നതാണ്. അന്ന് തന്നെ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചതാണ്. ഞാൻ ഇന്ത്യ സഖ്യത്തിലെ തന്നെ പല നേതാക്കന്മാരോടും പറഞ്ഞു, ഇത് ചെയ്ത് വലിയ അതിക്രമമാണ്. എന്താ കാരണം? ഇന്ത്യയുടെ 75 വർഷത്തെ ചരിത്രത്തിൽ ഇതുപോലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ബില്ല് പാസ്സാക്കിയിട്ടില്ല. നിങ്ങൾ നോക്കണം, കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് തേയില സൽക്കാരം ബഹിഷ്കരിച്ചത്? എന്തുകൊണ്ടാണ്? SIR-നെ കുറിച്ച് ചർച്ച അനുവദിച്ചില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. ചർച്ച അനുവദിച്ചില്ല എന്നൊരു കാരണം കൊണ്ടാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ കളങ്കം ഇതുപോലുള്ള ഒരു മാരണം നടക്കുമ്പോൾ എങ്ങനെ ഇങ്ങനൊരു ഉദകക്രിയ നടത്താൻ വേണ്ടി ഇവർ പോയി? മാത്രമല്ല, അവിടെ നടത്തിയ സംഭാഷണം എന്താണ്? അതായത് പ്രധാനമന്ത്രിയുടെ വിദേശ ടൂറുകളെ കുറിച്ച് പൂഴ്ത്തി പറയുക പ്രിയങ്ക ഗാന്ധി. തിരിച്ച് വയനാടെന്ന് സംഭവിക്കുന്നു, ഉടനെ വയനാടെല്ലാം ഭംഗി. എന്നാൽ വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടി 5 പൈസ തരാത്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ കുറിച്ചൊന്ന് പറഞ്ഞുകൂടെ? അതുപോലും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം പെരുമാറേണ്ടത്, പ്രതികരിക്കേണ്ടത്? ഇന്ത്യയിലെ പാവപ്പെട്ടവർ തെരുവിലേക്ക് പോവുകയാണ്. ഇതുപോലുള്ള നിയമം, ആ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷം എന്താ പറഞ്ഞത്? ഒരു 15 ദിവസത്തേക്കെങ്കിലും സെലക്ട് കമ്മിറ്റിക്ക് വിടണം ആ ബില്ല്. 15 ദിവസത്തേക്ക്. ഇന്ത്യയുടെ ചരിത്രത്തെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ എത്രയോ കാലമായിട്ട് പാർലമെന്റ് കവർ ചെയ്യുന്നതാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബില്ല് ഒരു സെലക്ട് കമ്മിറ്റിക്ക് അയക്കണം, അത് ഇത്രത്തോളം പ്രത്യേകാതമുള്ള ബില്ല് അയക്കണമെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ വഴങ്ങിയ ഒരു ചരിത്രമാണ് ഇന്ത്യൻ പാർലമെന്റിലുള്ളത്. അത് രാജീവ് ഗാന്ധി മുതലുള്ള പ്രധാനമന്ത്രിമാരുടെ ചെയ്തികൾ എനിക്കറിയാം. എന്തിനാ ബൊഫേഴ്സ് കുംഭകോണം, സ്വന്തം പ്രതിയായിരുന്ന പ്രതിക്കൂട്ടിൽ നിന്ന ബൊഫേഴ്സ് കുംഭകോണത്തെക്കുറിച്ച് സംയുക്ത പാർലമെന്ററി സമിതി പ്രഖ്യാപിച്ച ഒരു പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. അങ്ങനെയുള്ള ഒരു ജനാധിപത്യ കീഴ്വഴക്കമുള്ള ഈ രാജ്യത്ത് ഒരു ബില്ല് ഏകപക്ഷീയമായിട്ട്, അതും മഹാത്മാഗാന്ധിയുടെ 2ാമത്തെ വധത്തിന് കുറിക്കുന്ന ഒരു ബില്ല് പാസ്സാക്കുന്നു. 50 കോടിയോളം ജനങ്ങളെ തെരുവിലേക്കാക്കുന്ന ഒരു നിയമനിർമ്മാണം നടത്തി മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ്, പുലർവേളയിലാണ് ഈ ബില്ല് രാജ്യസഭ പാസ്സാക്കിയെന്ന് വിചാരിക്കുക. മണിക്കൂറുകൾ, 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, മനസ്സിലാക്കാം. ഇതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ വിഷയങ്ങൾ ഉയർത്തി ഞങ്ങൾ ബഹിഷ്കരിച്ചതാണെന്ന് മനസ്സിലാക്കണം. ചോദിച്ചപ്പോൾ ലോക്സഭയിലെ CPM നേതാവായിട്ടുള്ള K. രാധാകൃഷ്ണൻ പറഞ്ഞത് അത് ബഹിഷ്കരിച്ചതല്ല എന്നാണ് പറഞ്ഞത്. ബഹിഷ്കരിച്ചതെന്ന് പറഞ്ഞാൽ അത് പോകാൻ പാടില്ലല്ലോ, പോകരുന്നല്ലോ. ഇതിനകത്ത് ബഹിഷ്കരണമല്ലല്ലോ, ഞങ്ങൾ പോകുന്നില്ല, അത്ര തന്നെ. ഇത്ര ഒരു അനീതി ജനങ്ങളുടെ മുകളിൽ ഇതുപോലുള്ളൊരു അനീതി കെട്ടിവച്ച ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ലെന്ന്, അതാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ പോകുന്നില്ലല്ലോ. ഇതന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തു എന്ന് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ പോകുന്നില്ല, അത്ര തന്നെ. അല്ല, അന്ന് ചോദിച്ചപ്പോൾ CPM-ന്റെ എല്ലാ അംഗങ്ങളും പറഞ്ഞത് തിരക്കുള്ളതിനാൽ പോകുന്നു എന്നുള്ളതാണ്. പ്രതിഷേധം പോലും CPM-ന്റെ എല്ലാ ആൾക്കാരുടെ പട്ടികയിലും ഞാനും ഉണ്ടല്ലോ. അല്ല, ഇത് ലോക്സഭയിലാണ്. ലോകസഭയിലും രാജ്യസഭയിലും ചായ സൽക്കാരം നടന്നിട്ടുണ്ട്. 2 സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ഇത് ലോകസഭയിൽ മാത്രമല്ല രാജ്യസഭയിലും നടന്നിട്ടുണ്ട് ഈ ചായ സൽക്കാരം. ഞങ്ങൾ പോയിട്ടില്ല. ഇതൊന്നും അല്ലല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ നിയമങ്ങളിലെല്ലാം എടുക്കേണ്ട നിലപാടുകൾ ശക്തമായി തന്നെ ജനങ്ങളുടെ ഒരു ആംഗിളിലൂടെ നോക്കി എടുത്തിട്ടുണ്ട്. ഈ സാധാരണ പാർലമെന്റ് കഴിഞ്ഞ ഒരു ചായ സൽക്കാരം ഉണ്ടാവുന്നതാണ്. അതിൽ പങ്കെടുത്തതിനെ
അങ്ങനെ വിവാദമാക്കി കാണാൻ സാധാരണഗതിയിൽ പങ്കെടുക്കുന്ന ചായ സൽക്കാരമാണെങ്കിൽ മിജി എന്താ കഴിഞ്ഞ 4 ചായ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാതിരുന്നത്? കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിന് ശേഷമുള്ള ചായ സൽക്കാരത്തിൽ എന്താ എടുക്കാതിരുന്നത്? അംബേദ്കർ 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 എന്ന് പറഞ്ഞു എന്നൊരു കാരണം കൊണ്ട് അംബേദ്കറെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൽ എന്താ പങ്കെടുക്കാതിരുന്നത്? അന്ന് സാധാരണമായിരുന്നില്ലേ? അന്ന് മാത്രം എന്താ സാധാരണമാകായിരുന്നത്? ഇതിന് അവർ വ്യക്തമാക്കി മറുപടി പറയണ്ടേ? ഇതിനൊന്നും മറുപടിയില്ല അവർക്ക്. നിരന്തരം രാഹുൽ ഗാന്ധിയെ ജോൺ ബ്രിട്ടാസ് ഞാൻ രാഹുൽ ഗാന്ധി പ്രേമേന്ദ്രൻ പറഞ്ഞത് എൻ കെ പ്രേമേന്ദ്രനെ കുറിച്ചൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം എന്തെങ്കിലും പൂഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ കെ പ്രേമേന്ദ്രൻ അവിടെ പ്രധാനമന്ത്രിയുടെ സൽക്കാരത്തിൽ പോയി പങ്കെടുത്തതിൽ എനിക്ക് യാതൊരു അത്ഭുതവുമില്ല. സത്യസന്ധമായി പറയട്ടെ, അദ്ദേഹം നിരന്തരമായിട്ട് പ്രധാനമന്ത്രിയുടെ കോലായിലെ കഞ്ഞി വീഴ്ത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. മാത്രമല്ല, ഒരു നഴ്സറി കുട്ടിയിരിക്കുന്ന പോലെ യു ഷുഡ് സ്റ്റഡി ഹാർഡർ എന്നൊക്കെ പറഞ്ഞ് ചില അനുമോദനങ്ങൾ അത് ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു പുളകം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കഴിയുമെങ്കിൽ RSP എന്നുള്ള പേര് RSS ഇടാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.